ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജാസി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മത്സര പരീക്ഷകൾ എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കായ ഇന്ത്യൻ ഭരണഘടനയെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുത്താലും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. ഏകദേശം 5 മുതൽ 10 മാർക്ക് വരെ ഈ ഒരു ഭാഗത്ത് നിന്നും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സിലബസിലും സ്ഥിരമായി കാണാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഈ ഒരു ടോപ്പിക് പഠിച്ചു തുടങ്ങുകയാണ്. ഭരണഘടനയുടെ അടിസ്ഥാനം മുതൽ ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും, ഓരോ ഭാഗങ്ങളും കൃത്യമായി തന്നെ വീഡിയോസ് ആയിട്ട് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിനു മുൻപ് ഈ ടോപ്പിക് പഠിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് റിവിഷൻ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്കിന്റെ ഉത്ഭവം. എന്താണ്? കോൺസ്റ്റിറ്റ്യൂവർ അല്ലെ. കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് വേർഡ്? ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കണം. കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അടിസ്ഥാന നിയമ സംഹിത എന്താണ്? ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. എന്താണ്? ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ അല്ലെ, ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് എന്തെന്ന് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണ് ഉറപ്പ് നൽകുന്നത്? മൗലിക അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത് അല്ലെ. എന്താണ്? ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ലിഖിതവും അലിഖിതവും. ഭരണഘടനയെ ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ഭരണഘടനയെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാണ്? ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ് കേട്ടോ. ഏതാണ്? അമേരിക്കയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്കയുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യവും ഏത് തന്നെയാണ്? അമേരിക്കയാണ് കേട്ടോ. ഏതാണ്? അമേരിക്കയാണ്. അതുപോലെ ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടനും ഇസ്രയേലുമാണ്. ഏതൊക്കെയാണ്? ബ്രിട്ടനും ഇസ്രയേലുമാണ്. ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലും അലിഖിത ഭരണഘടന തന്നെയാണ് ഉള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട രണ്ട് രാജ്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ബ്രിട്ടനും ഇസ്രയേൽ എന്ന് പറയുന്നതും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവർ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്കിന്റെ ഉത്ഭവം. ലാറ്റിൻ വേർഡ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക കേട്ടോ. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂവർ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഇനി ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിത അല്ലെ. ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഇത് പൗരന്മാർക്ക് എന്താണ് നൽകുന്നത്? മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. ഭരണഘടന പൗരന്മാർക്ക് മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. അതുമാത്രമല്ല, ലിഖിത ഭരണഘടനയെന്നും അലിഖിത ഭരണഘടനയെന്നും ഭരണഘടനയെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ് അല്ലെ. ഇനി ലോകത്തിൽ അലിഖിത ഭരണഘടനയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടനും ഇസ്രയേലുമാണ്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയാണ്. ഭരണഘടന ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ലോ ഓഫ് ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയാണ്. ഇനി ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ് കേട്ടോ. ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഈ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. എപ്പോഴാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്?
1789 മാർച്ച് 14 വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1789 മാർച്ച് 14 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. ഇനി അമേരിക്കൻ ഭരണഘടനയിൽ 7 ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. എത്ര ആർട്ടിക്കിൾസ് ആണ്? 7 ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഈ അമേരിക്കൻ ഭരണഘടനയെ ആകെ 27 തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത് കേട്ടോ. എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 10 ഭേദഗതികൾ മൊത്തമായിട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. അമേരിക്കൻ ഭരണഘടന മൊത്തത്തിൽ 27 തവണയാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 10 ഭേദഗതികൾ മൊത്തമായിട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഉൾക്കൊള്ളിച്ചത് എന്തിൽ നിന്നാണ്? ഈ ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചിട്ടാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഉൾക്കൊള്ളിച്ചത് എന്തിനെ അവലംബിച്ചിട്ടാണ്? ഈ ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചിട്ടാണ്. എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്? അമേരിക്കൻ ഭരണഘടന 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ 27 തവണ ഭേദഗതി ചെയ്തതിൽ ആദ്യത്തെ 10 ഭേദഗതികൾ മൊത്തമായിട്ട് അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്കയുടേതാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ശില്പിയാണ് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്നത്. എപ്പോഴാണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്? 1789 മാർച്ച് 14 അതിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? 7 ആർട്ടിക്കിൾസ് ആണുള്ളത് അല്ലെ? എത്രയാണ്? 7 ആർട്ടിക്കിൾസ് ആണുള്ളത്. അമേരിക്കൻ ഭരണഘടന 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 10 ഭേദഗതികൾ മൊത്തമായിട്ട് അറിയപ്പെടുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ്. ഈ ബിൽ ഓഫ് റൈറ്റ്സിനെ അവലംബിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് കൊണ്ടുവന്നത്? മൗലിക അവകാശം എന്ന ആശയം ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് നിന്നും PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അടുത്തത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാവുന്നതാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായാണ് ഇന്ത്യയെ നിർവചിക്കുന്നത്. എന്താണ്? ഇന്ത്യയൊരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയൊരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമാണ്. അടുത്തത് എന്താണ്? കേന്ദ്രീകൃത ഫെഡറൽ സംവിധാനം. എന്താണ്? ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഫെഡറൽ ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ക്വാസി ഫെഡറൽ ഭരണ സംവിധാനവും എന്തിലുണ്ട്? ഇന്ത്യയിലുണ്ട്. അതായത് ഭരണഘടനാ പ്രകാരം ക്വാസി ഫെഡറൽ ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അല്ലെ? എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ഫെഡറൽ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഭാഗത്തും പരാമർശിക്കുന്നില്ല. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഭാഗത്തും പരാമർശിക്കാത്ത ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത്? ഫെഡറൽ എന്ന് പറയുന്നത്. അടുത്ത പ്രത്യേകത എന്താണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമനിർമ്മാണം താരതമ്യേന എളുപ്പവും എന്നാൽ നിയമ ഭേദഗതി പ്രയാസകരവുമാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമനിർമ്മാണം അല്ലെ? നിയമം നിർമ്മിക്കുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പവും നിയമം ഭേദഗതി ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രയാസമുള്ള കാര്യവുമാണ്. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? വിവിധ രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ക്രിയാത്മകമായ അംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് അല്ലെ? എന്താണ്? ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ക്രിയാത്മകമായിട്ടുള്ള അംശങ്ങൾ കടം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ്? ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാവുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ്. മാത്രമല്ല, ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ് എവിടെ നിലനിൽക്കുന്നത്? ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ഭരണഘടനാ പ്രകാരം ക്വാസി ഫെഡറൽ ഭരണ സംവിധാനമാണ് എവിടെയുള്ളത്? ഇന്ത്യയിലുള്ളത് അല്ലെ? ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടാത്ത ഒരു വാക്ക് ഏതാണ്? ഫെഡറൽ ആണ് കേട്ടോ. ഫെഡറൽ ആണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം
നിയമനിർമ്മാണം എന്ന് പറയുന്നത് എന്താണ്? താരതമ്യേന എളുപ്പവും എന്നാൽ നിയമം ഭേദഗതി ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. അതുപോലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ക്രിയാത്മകമായ അംശങ്ങൾ കടം കൊണ്ടാണ് എന്ത് തയ്യാറാക്കിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് PSC എപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നോക്കാം. പാർലമെന്റുകളുടെ മാതാവ്. എന്താണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ബ്രിട്ടൻ ആണ് അല്ലെ. ബ്രിട്ടനിലെ ഭരണഘടനയാണ് പാർലമെന്റുകളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ് ആണ് അല്ലെ. ഏതാണ്? ഗ്രീസ് ആണ്. ഇനി ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രീസ് ആണ് കേട്ടോ. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗ്രീസ് ആണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ് കേട്ടോ. ഏതാണ്? ബ്രിട്ടൻ ആണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രിട്ടൻ ആണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് എന്താണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് എപ്പോഴാണ്? ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് അല്ലെ. അത് എപ്പോഴാണ് ഒപ്പുവെച്ചത്? 1215 ജൂൺ 15-നാണ്. എപ്പോഴാണ്? 1215 ജൂൺ 15-നാണ്. ഇനി മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ജോൺ രണ്ടാമനാണ് അല്ലെ. ജോൺ രണ്ടാമനാണ് കേട്ടോ. റണ്ണിമേട് മൈതാനത്തിൽ വെച്ചിട്ടാണ് ഈ മാഗ്ന കാർട്ടയിൽ ജോൺ രണ്ടാമൻ ഒപ്പുവെച്ചത്. ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. റണ്ണിമേട് മൈതാനത്തിൽ വെച്ചാണ് 1215 ജൂൺ 15-ന് ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന മാഗ്ന കാർട്ടയിൽ ആരൊപ്പുവെച്ചത്? ജോൺ രണ്ടാമൻ ഒപ്പുവെച്ചത്. അപ്പോൾ പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഗ്രീസ് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏതാണ്? അതും ബ്രിട്ടൻ ആണ് കേട്ടോ. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമായ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1215 ജൂൺ മാസം 15-നാണ്. ആരാണ് ഒപ്പുവെച്ചത്? അന്നത്തെ ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോൺ രണ്ടാമനാണ്. എവിടെ വെച്ചാണ് ഒപ്പുവെച്ചത്? റണ്ണിമേട് മൈതാനത്തിൽ വെച്ചാണ് ഒപ്പുവെച്ചത്. ഇനി ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ലിഖിത നിയമസംഹിത ഏതാണ്? ഹമ്മുറാബിയുടെ നിയമാവലിയാണ്. ഏതാണ്? ഹമ്മുറാബിയുടെ നിയമാവലിയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ആരാണ്? ഹമ്മുറാബിയാണ് അല്ലെ. ആരാണ്? ഹമ്മുറാബിയാണ്. ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്ന് പറയുന്നത് ആരാണ്? ഹമ്മുറാബിയാണ്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന ശിക്ഷാരീതി ഹമ്മുറാബിയുടെ നിയമസംഹിതയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിയമസംഹിതയിൽ എന്തായിരുന്നു? പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന ശിക്ഷാരീതിയായിരുന്നു. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന ശിക്ഷാരീതി ആരുടെ നിയമസംഹിതയിലാണ് ഉണ്ടായിരുന്നത്? ഹമ്മുറാബിയുടെ നിയമസംഹിതയിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് ആരാണ്? മനുവാണ് അല്ലെ. നമുക്കറിയാം മനു സംഹിതയൊക്കെ അല്ലെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മനുവാണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? അംബേദ്കർ ആണ് അല്ലെ ഭരണഘടന തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. ആധുനിക മനു എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ, അതായത് നമ്മൾ ഈ ഒരു സീരീസിലൂടെ മൊത്തമായിട്ട് ഇന്ത്യൻ ഭരണഘടന കൃത്യമായിട്ട് പഠിച്ചെടുക്കുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്ത് നിന്ന് PSC എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ജോലി ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ ബാലൻസ് ക്ലാസ് നമ്മൾ അടുത്തടുത്തായിട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.